ആദ്യ വാർത്ത പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചു. വയനാട് സീറ്റ് ഒഴിവാക്കി രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവ് നടത്തിയ ശേഷം നടന്ന ആദ്യ പ്രവർത്തക സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നത് രാഹുൽ ഗാന്ധി എന്ന ഒറ്റപ്പേര്. പിന്തുണയുമായി PCCകളും. പ്രമേയത്തെ രാഹുൽ ഗാന്ധി എതിർത്തില്ല. കേരളത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷും രമേശ് ചെന്നിത്തലയുമാണ് യോഗത്തിൽ സംസാരിച്ചത്. മോദിയുടെ ഏകാധിപത്യ ഭരണത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ കൃത്യമായി ഉന്നയിക്കാൻ ശക്തമായ പ്രതിപക്ഷം വേണമെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തി. കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടാവുക. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്തണമെന്ന ആവശ്യവും പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ടിരിക്കുകയാണ്. അടുത്തയാഴ്ച വയനാട്ടിലെത്തിയ ശേഷമാകും പ്രഖ്യാപനം. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പ്രിയങ്ക ഗാന്ധിയെ പരിഗണിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. വലിയ മുന്നേറ്റം നടത്തിയ ഉത്തർപ്രദേശിൽ ജൂൺ 11 മുതൽ 15 വരെ നന്ദി പ്രകാശന യാത്ര നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. 24 ഡൽഹി. വയനാട് തന്റെ കുടുംബമാണെന്ന് പലവരും പറഞ്ഞ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ തട്ടകത്തിലേക്ക് മടങ്ങുമ്പോൾ രാഷ്ട്രീയമായി ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത് ധാർമ്മികമായി ശരിയോ എന്ന് എതിർപക്ഷം ചോദ്യമുയർത്തുന്നു. പകരം ആര് എന്നറിയാൻ അനുയായികൾ കാത്തിരിക്കുന്നു. വയനാട് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 4,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം. പിന്നീട് ഇങ്ങോട്ട് വയനാട് തന്റെ വീടെന്ന് രാഹുൽ പലതവണ ആവർത്തിച്ചു. പ്രസംഗത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ചപ്പോൾ, സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ തിരിച്ചു വന്നപ്പോൾ, ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം ഈ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. ഇത്തവണയും ഹൃദയവായ്പോടെ തന്നെ രാഹുലിനെ വയനാട്ടുകാർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു. വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമായിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം. റായ്ബറേലിയിലെ വിജയത്തോടെ വയനാട് വിടാനുള്ള തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന വിമർശനം എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം അത്തരം ഒരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ ആര് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. സഹോദരി പ്രിയങ്ക മത്സരിക്കാനെത്തുമോ? ഇനി കാത്തിരിപ്പിന്റെ കൂടി ദിവസങ്ങളാണ് വയനാട്ടിലെ വോട്ടർമാർക്ക്. 24 വയനാട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ തുടങ്ങി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാം ഊഴത്തിലേക്ക് മോദി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നാളെ വൈകിട്ട് 7:15 നരേന്ദ്രമോദി 3ാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുക. വിവിധ രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സർക്കാർ രൂപീകരിക്കാനായി രാഷ്ട്രപതി ഇന്നലെയാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. ഞായറാഴ്ച 7:15 രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും. പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്ന നരേന്ദ്രമോദിക്കൊപ്പം 57ഓളം മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ തകൃതിയായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേപ്പാൾ, ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും.
മൂന്നാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കും. നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോടുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് വിവരം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. NDA സർക്കാരിൽ TDPക്കും JDUവിനും ഓരോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഘടകകക്ഷികളിൽ നിന്ന് ആകെ 12 മുതൽ 15 മന്ത്രിമാരാണ് ഉണ്ടാവുക. രണ്ടാം മോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന പ്രധാന BJP നേതാക്കൾ മന്ത്രിസഭയിൽ തുടരും. കേന്ദ്രമന്ത്രിസഭയുടെ ഘടനയിൽ അന്തിമധാരണ രൂപപ്പെടുകയാണ്. ആകെ 57 മന്ത്രിസ്ഥാനങ്ങളിൽ 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് കൈമാറും. TDPക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവും 2 സഹമന്ത്രി പദവുമാകും ലഭിക്കുക. JDUവിന് ഒരു ക്യാബിനറ്റും ഒരു സഹമന്ത്രി പദവുമാണ് കിട്ടുക. LJPക്കും JDSനും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ ലഭിക്കും. ശിവസേനയ്ക്കും NCPക്കും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ മന്ത്രിസഭയിലെ പ്രതിനിധികളെ സംബന്ധിച്ച് തെലുങ്ക് ദേശം ഇതിനകം ഏകദേശ ധാരണയിലെത്തി. ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കിഞ്ചാരപ്പു രാമോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. പൊമ്മസാനി ചന്ദ്രശേഖർ, വേമിറെഡ്ഡി പ്രഭാകർ റെഡ്ഡി എന്നിവർക്കാണ് സഹമന്ത്രി സ്ഥാനം. 4ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ D പ്രസാദ റാവു, D കൃഷ്ണപ്രസാദ് എന്നിവരിൽ ഒരാൾ സത്യവാചകം ചൊല്ലും. വല്ലഭനേനി ബാലശോരി കേന്ദ്രമന്ത്രിസഭയിൽ ജനസേന പാർട്ടിയെ പ്രതിനിധീകരിക്കും. JDUവിനെ പ്രതിനിധീകരിച്ച് ലല്ലൻ സിംഗ് ക്യാബിനറ്റ് മന്ത്രിയാകും. രാംനാഥ് താക്കൂറാകും JDUവിന്റെ സഹമന്ത്രി. ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരും 3ാം മോദി സർക്കാരിന്റെ ഭാഗമായി മന്ത്രിമാരായിട്ടുണ്ടാകും. ബാൻസുരി സ്വരാജ്, ഡോക്ടർ ലതാ വാങ്കഡെ, സാവിത്രി താക്കൂർ എന്നിവരായിരിക്കും മന്ത്രിസഭയിലെ BJPയുടെ വനിതാ മുഖങ്ങൾ. ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരും മുതിർന്ന മറ്റ് BJP നേതാക്കളെ കൂടാതെ മന്ത്രിസ്ഥാനം അലങ്കരിക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം രാഷ്ട്രപതി ഭവനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നിർവഹിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ഭവൻ നാളെ രാത്രിയോടുകൂടി ഇത് വിജ്ഞാപനം ചെയ്യും. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലേ എന്നായിരുന്നു മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ സമ്മതിച്ചത് തെറ്റായിപ്പോയെന്ന് K മുരളീധരൻ. തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാമെന്നും 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ K മുരളീധരൻ പ്രതികരിച്ചു. തൽക്കാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവുമായുള്ള അഭിമുഖത്തിൽ K മുരളീധരൻ വ്യക്തമാക്കി. അങ്ങ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മോഡിലാണിപ്പോൾ. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? ഇപ്പോൾ ഇതിൽ തെറ്റുകാരനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു, ഏറെക്കുറെ ഏതാണ്ട് ഭാഗം പൂർത്തീകരിച്ചിരുന്നു. അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെയുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണമെന്ന പാഠമാണ് തൃശ്ശൂരിലെ തോൽവി പഠിപ്പിച്ചതെന്നാണ് K മുരളീധരന്റെ ആദ്യ അഭിമുഖത്തിലെ ആദ്യ പ്രതികരണം. തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. തോൽവിയിൽ തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാം. KPCC ഒരു അന്വേഷണ കമ്മീഷനും വെക്കണ്ട. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ തല്ലു നടക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ കമ്മീഷൻ വേണ്ട. തന്നെ ചതിച്ചവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പില്ലെന്നും K മുരളീധരൻ തുറന്നടിച്ചു. ഞാൻ പറയുന്നു, ആരുടെയും പേര് ഞാൻ പറയില്ല. ദ്രോഹിച്ച ആളുകളെ ജനത്തിന് നന്നായിട്ട് അറിയാം. പാർട്ടി പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അതിൻ്റെയൊക്കെ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പഴുതടച്ച് കാര്യങ്ങൾ നടത്താനുള്ള നേതൃത്വം അക്കാര്യത്തിൽ അവർ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നു, അന്വേഷണം നടത്തി പ്രശ്നം വഷളാക്കണ്ട. ഞാൻ എന്നെ പുറയിൽ നിന്ന് കുത്തിയവരെ ജനത്തിന് വിട്ടുകൊടുക്കുക. BJP സ്വാഗതം ചെയ്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുപോകുന്ന കാര്യം ഇപ്പോൾ ആലോചനയില്ലെന്നായിരുന്നു മറുപടി. 2 തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി, നിയമസഭയിലേക്ക് 3 തവണ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയൊക്കെ ഒരു പാർട്ടീനെ ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പുച്ഛ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ച് പറയാം,
ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഞാനെന്നും ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സജീവ പ്രവർത്തനത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. ലോക്സഭാ വിജയത്തിലെ ട്രെൻഡ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൽക്കാലം ഒരു പദവിയിലേക്കുമില്ലെന്നും പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്നും 24ന്റെ ആൻസർ പ്ലീസിൽ മുരളീധരൻ മനസ്സ് തുറന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ മുന്നറിയിപ്പാണ് മുരളീധരൻ വിട്ടുനിൽക്കലിലൂടെ നൽകുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. തൃശൂർ DCC ഓഫീസിലെ സംഘർഷത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കോൺഗ്രസിന് നാണക്കേടായ കൂട്ടത്തല്ലിൽ നടപടി ഉറപ്പെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. കോൺഗ്രസ് ഓഫീസിൽ ഗുണ്ടാ സംഘത്തെ വളർത്തുന്നുവെന്ന് മർദ്ദനമേറ്റ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറ ആരോപിച്ചു. തുടർ സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്ന് K മുരളീധരൻ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടേത് തെറ്റ് തിരുത്താൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെന്നും വിവാദത്തിനില്ലെന്നുമാണ് ഗീവർഗീസ് മാർ കൂറിലോസിന്റെ നിലപാട്. ഗീവർഗീസ് മാർ കൂറിലോസ് സമൂഹമാധ്യമത്തിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്റെ പക്ഷം ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷമാണെന്നും ഗീവർഗീസ് മാർ കൂറിലോസിന്റെ മറുപടി. ആ വിഷയം അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാകത്തുമില്ല. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പിണറായി വിജയന്റേത് തരം താണ പ്രതികരണമെന്ന് VD സതീശൻ വിമർശിച്ചു. പിണറായി വിജയന് വിവരമുള്ളതുകൊണ്ട് എല്ലാവരെയും വിവരദോഷിയെന്ന് വിളിക്കാമെന്ന് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാരെ ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ട ജീവിയെന്നും ഇപ്പം എന്താ വിളിച്ചത്, വിവരദോഷിയെന്നും. അദ്ദേഹം വലിയ വിവരമുള്ള ആളല്ലേ, അപ്പോൾ എല്ലാവരെയും വിവരദോഷിയെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അപ്പോൾ വിവരദോഷിയാണെന്നും നികൃഷ്ട ജീവിയാണെന്നും ഒക്കെ പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. മുഖ്യമന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി കുതിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ ഉപദേശം. വിമർശനങ്ങളെ ആക്ഷേപിക്കരുതെന്ന് നിലപാടെടുത്ത CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഗീവർഗീസ് മാർ കൂറിലോസുമായി വേദി പങ്കിട്ടു. പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് തിരുമേനി. അതുകൊണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും തിരുമേനിയുടെ വിമർശനത്തിനെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞതും ചില വാർത്തകൾ ചാനലുകൾ വാർത്തയാക്കി. എന്താണെങ്കിലും ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുമായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചയിലും ധാരണയായില്ല. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മറ്റ് പദവികളെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. സുപ്രീംകോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. മുതിർന്ന നേതാക്കളുടെയും യൂത്ത് ലീഗിന്റെയും വിയോജിപ്പ് മറികടന്നാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തിയെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അപക്വവും വാസ്തവ വിരുദ്ധവുമാണ്. പരാമർശം പിൻവലിക്കണമെന്നും ഹുസൈൻ മടവൂർ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. അങ്കമാലിയിൽ 4-അംഗ കുടുംബം വീട്ടിനുള്ളിൽ വെന്തു മരിച്ച സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണം AC-യിൽ നിന്നുള്ള ലീക്കാണെന്ന് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാളെ വിശദമായ റിപ്പോർട്ട് നൽകും. ശരീരത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം പരിശോധിക്കാൻ സ്കിൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, തുടക്കത്തിൽ പലതരത്തിൽ നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളത്, പക്ഷേ AC-യിൽ നിന്നുള്ളതാകാൻ സാധ്യതയില്ല, വാതക ചോർച്ച ഉണ്ടാകാൻ ഇടയില്ല എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ അതിലൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? അനുജ, ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ AC-യിൽ നിന്നുള്ള പ്രശ്നം തന്നെയാണ് തീ പടരാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ മുറിക്കുള്ളിൽ ചില വയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. അതാണ് ഈ തീ ഇത്തരത്തിൽ ആളിപ്പടരാൻ കാരണമായത്. ഒപ്പം മറ്റൊരു സംശയം ഉയർന്നത് എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടില്ല എന്നാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നൊരു ചോദ്യം വന്നിരുന്നു. അത് ചിലപ്പോൾ ഇവർ ബോധരഹിതരായതുകൊണ്ടായിരിക്കാം ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം ഉണ്ടാകാതിരുന്നത് എന്നാണ് നിലവിൽ പോലീസിന്റെ വിലയിരുത്തൽ. വിശദമായ റിപ്പോർട്ട് നാളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ
നൽകും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ ഇതൊരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് പോലീസിന്റെ. ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ പൊള്ളലേറ്റ് തന്നെയാണ് മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്വാസനാളത്തിൽ ഉൾപ്പെടെ പുകയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ശരീരത്തിൽ രാസവസ്തുക്കളുടെ കണ്ടന്റ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി സ്കിൻ സാമ്പിളുകൾ പരിശോധിക്കാൻ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇത്തരത്തിലൊരു മരണമാണെങ്കിൽ പോലും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്ന് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, അങ്കമാലിയിലെ 4-അംഗ കുടുംബത്തിന്റെ മരണത്തിന് പിന്നിൽ AC-യിൽ നിന്നുള്ള ഗ്യാസ് ചോർന്നതാണോ എന്നൊരു പ്രാഥമിക നിഗമനം. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് പറഞ്ഞു. ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചു. ആലപ്പുഴ മാന്നാറിൽ 1 വയസ്സുകാരനെ മാതാവ് ക്രൂരമായി മർദ്ദിച്ച ശേഷം ദൃശ്യങ്ങൾ പിതാവിന് അയച്ചു നൽകി. മാതാവ് മാന്നാർ സ്വദേശി അനീഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. നീ ഒരിക്കൽ എടുത്തോണ്ടിറങ്ങിയല്ലേ അടിച്ചോണ്ട് പറഞ്ഞു. ഞാൻ അടിച്ച് ഞാൻ ഇനിയും കൊല്ലും. ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മാന്നാർ സ്വദേശി അനീഷയാണ് 1 വയസ്സുകാരനായ മകനെ മർദ്ദിച്ചതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അനീഷയെ കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ പിതാവായ തിരുവനന്തപുരം സ്വദേശി മുജീബ് തന്നെയും കുഞ്ഞിനെയും നോക്കുന്നില്ലെന്നും ജീവിക്കാൻ മാർഗമില്ലെന്നും അനീഷ പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്നും ദൃശ്യങ്ങൾ മുജീബിന് അയച്ചതെന്നും യുവതി മൊഴി നൽകി. സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മാതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. കുഞ്ഞിന്റെ പിതാവ് മുജീബ് വിവാഹ തട്ടിപ്പുകാരനാണെന്നും ഇയാൾ 4 വിവാഹം കഴിച്ചതായും പോലീസ് പറഞ്ഞു. മുജീബ് കഴിഞ്ഞ മാസം ദുബായിലേക്ക് കടന്നതായാണ് വിവരം. 24 ആലപ്പുഴ. അന്താരാഷ്ട്ര ക്വിസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ക്വിസ് ക്ലബിന് തുടക്കമിട്ട് തിരുവനന്തപുരം ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മുഴുവൻ ശ്രീഗോകുലം സ്കൂളുകളിലും ക്ലബ്ബുകൾ ആരംഭിക്കും. ശ്രീഗോകുലം ഗ്രൂപ്പും അന്താരാഷ്ട്ര ക്വിസ് അസോസിയേഷനും സഹകരിച്ചാണ് ക്യൂ പോസിറ്റീവ് ക്ലബ്ബുകൾ നടപ്പിലാക്കുന്നത്. ക്വിസ് ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആറ്റിങ്ങൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്നു. ക്വിസ് അസോസിയേഷൻ റീജിയണൽ മേധാവി ഷാമിൻ മാനറ്റ്, ക്യൂ ഫാക്ടറി ഡയറക്ടർ സ്നേഹജ് ശ്രീനിവാസ്, സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജന ജെ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. So we are introducing the club over here and we want our children to take part in the quizzing program and we want them to reach highest level, like they have to. We are training them to cover the state level, then to national level, and in fact we want them to reach in Asia. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ക്യൂ ഫാക്ടറി ഡയറക്ടർ സ്നേഹജ് ശ്രീനിവാസാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ക്വിസ് ക്ലബ് റൂമും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് ചൊവ്വാഴ്ച വരെ വിലക്കുണ്ട്. പ്രൈം ടൈം ന്യൂസ് അവസാനിച്ചു. ഇനി